ഇവിടെ ഒരു കൊച്ചുകുട്ടിയുടെ മുത്തശ്ശി മരിച്ചു പോകുന്നു. പക്ഷെ അവളത് മനസ്സിലാക്കാതെ മുത്തശ്ശിയെ സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നവരുടെ പുറകെ ഓടുന്നു. പക്ഷെ അവൾ അടുത്തെത്തുന്നതിന് മുൻപ് ആ വാൻ കണ്ണിൽ നിന്ന് മറയുന്നു. അതിനുശേഷം അവൾ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ആ വാൻ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് മുത്തശ്ശിയെ കൊണ്ടുപോയവനോട് മുത്തശ്ശിയെ തിരികെ തരാൻ പറയുന്നു. പക്ഷെ ദേഷ്യം വന്നവൻ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് പോയവൾ രാത്രി തിരികെ വന്ന് മുത്തശ്ശി എവിടെയെന്ന് ചോദിക്കുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അവൾക്ക് അച്ഛനും അമ്മയും ഇല്ല, മുത്തശ്ശി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിന് ശേഷം അവളോട് മറച്ചു വെക്കാനാവാതെ അവൻ അവളുടെ മുത്തശ്ശി മരിച്ചെന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നു. അത് അവൾക്ക് താങ്ങാൻ കഴിയാതെ ഭയങ്കരമായി കരയുന്നു. അടുത്ത ദിവസം അവളുടെ അങ്കിൾ അവളെ കൊണ്ടുപോകാൻ തയ്യാറാവുമെങ്കിലും അയാളുടെ വൈഫ് സമ്മതിക്കാത്തത് കൊണ്ട് അവളെ അവർക്ക് കൊടുക്കാതെ ഇവൻ തിരികെ കൊണ്ടുവരുന്നു. തുടക്കത്തിൽ രണ്ടുപേരും ഇടയ്ക്കിടെ വഴക്കുണ്ടാക്കുമെങ്കിലും പോകെ പോകെ രണ്ടുപേരും സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങുന്നു. അവസാനം അവൻ അവളെ നിയമപരമായി ദത്തെടുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ അവന് കല്യാണം കഴിയാത്തത് കൊണ്ട് നിയമം അത് അനുവദിക്കില്ലെന്ന് പറയുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന ഫ്രണ്ട് പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ച് ഇവന് വേണ്ടി ആ കുട്ടിയെ ദത്തെടുക്കുന്നു. അതിനുശേഷം രണ്ടുപേരും കുറച്ചുകൂടി ക്ലോസ് ആവുന്നു. ഒരു ദിവസം ഇവൾ പഠിക്കുന്ന സ്കൂളിൽ കുട്ടികൾക്കായി ഒത്തിരി പ്രോഗ്രാം നടത്തുന്നു. അതിൽ ഓരോ കുട്ടികളും അവരുടെ പാരന്റ്സിനായി ലെറ്റർ എഴുതുന്നു. ഇവളും ഇവന് വേണ്ടി ഒരെണ്ണം എഴുതുന്നു. ആ ലെറ്ററിൽ ഇനി ഞാൻ മുത്തശ്ശിയെ കുറിച്ചോർത്ത് സങ്കടപ്പെടില്ല, കാരണം എനിക്കൊരു അച്ഛനെ കിട്ടിയെന്ന് പറയുന്നു. അത് കേട്ട് ഇവന് സന്തോഷം സഹിക്കാനാവാതെ കരയുന്നു.